Welcome to BSc Main Physics Semester 1, Class number 7, Unit 1, Chapter 1, Dynamics of Rigid Bodies. And today we discuss moment of inertia of a uniform angular disk. Moment of inertia of uniform angular disk or annular disk. That is the 7th lecture, Semester 1, BSc Physics Main. And here is the diagram of angular disk. It is drawn in a similar manner that of circular disk. And here annular disk means it is a circular disk with internal diameter and external diameter. It is just like a pipe cross section. അപ്പോൾ നമ്മൾ ഇന്ന് ആനുലാർ ഡിസ്കിൻ്റെ MA കണ്ടുപിടിക്കേണ്ട ആനുലാർ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പിൻ്റെ ക്രോസ് സെക്ഷൻ കൂടി ഇരിക്കും. ഇന്റേണൽ റേഡിയസും കാണാം, എക്സ്റ്റേണൽ റേഡിയസും കാണാം. ഒരു സർക്കുലാർ ഡിസ്ക് എടുത്തിട്ട് അകത്തുനിന്ന് ഒരു ചെറിയ ഡിസ്ക് വെട്ടി മാറ്റിയാൽ കിട്ടുന്ന ഷേപ്പ്, അതിനെയാണ് ആനുലാർ ഡിസ്ക് അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്ക് എന്ന് പറയുന്നത്. ആനുലാർ ഡിസ്കിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആംഗുലാർ ഡിസ്ക്. അപ്പോൾ അതിന് ഇന്നർ റേഡിയസ് കാണും, ഔട്ടർ റേഡിയസ് കാണും. ഇന്നർ റേഡിയസ് സ്മോൾ ആറെന്നും ഔട്ടർ റേഡിയസ് ക്യാപിറ്റൽ ആറെന്നും പറയും. അത്തരം ഒരു ആനുലാർ ഡിസ്ക്കാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. P0 Q0 ആക്സിസ് പെർപെൻഡിക്കുലർ ആക്സിസ് ആണ്, പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആക്സിസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ P0 Q0 അടിസ്ഥാനപ്പെടുത്തി ഈ ആംഗുലാർ ഡിസ്കിൻ്റെ MI ആണ്. കണ്ടുപിടിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് I is M into, അവിടെ കാണുന്നുണ്ട്, I is M into R² plus R² by 2. ഈ ക്യാപിറ്റൽ ആർ ഔട്ടർ റേഡിയസ്, സ്മോൾ ആർ ഇന്നർ റേഡിയസ്. അത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഹെഡിങ് നോക്കുക, ആനുലാർ ഡിസ്ക് ഓർ ആനുലാർ റിംഗ്. പല കേസ് സർക്കുലാർ ഡിസ്കിൽ നമ്മൾ പല കേസ് പഠിച്ചതുപോലെ ആനുലാർ ഡിസ്കിലും ഡിഫറെൻറ്റ് കേസുകളുണ്ട്. ഒന്നാമത്തെ കേസ് MI of annular disk about an axis through center and perpendicular to plane. MI of annular disk about an axis through center and perpendicular to plane. ആനുലാർ ഡിസ്കിൻ്റെ സെൻറ്ററിൽ കൂടി പോകുന്ന ആക്സിസ് ആണ് P0 Q0. ആ P0 Q0 അതിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്. ആനുലാർ ഡിസ്ക് മനസ്സിലായല്ലോ. സർക്കുലാർ ഡിസ്ക് തന്നെ അകത്തുനിന്ന് ഒരെണ്ണം വെട്ടി മാറ്റും. ഒരു ഡിസ്കിൽ നിന്ന് ഇൻസൈഡ് ഒരു ഡിസ്ക് വെട്ടി മാറ്റുന്നതാണ്. അപ്പോൾ ഔട്ടർ റേഡിയസും കാണും, ഇന്നർ റേഡിയസും കാണും. അപ്പോൾ കൺസിഡർ ആൻ ആനുലാർ ഡിസ്ക് ഓഫ് മാസ് ക്യാപിറ്റൽ ആർ, ഇന്നർ റേഡിയസ് സ്മോൾ ആർ ആൻഡ് ഔട്ടർ റേഡിയസ് ക്യാപിറ്റൽ ആർ. ഏരിയ ഓഫ് ദി ആനുലാർ ഡിസ്ക്. ഇവിടെ സർക്കുലാർ ഡിസ്ക് പോലെ ആനുലാർ ഡിസ്കിലും പ്രധാനപ്പെട്ട ഫാക്ടർ അതിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് ആനുലാർ ഡിസ്ക്, ദാറ്റ് ഈസ് ഔട്ടർ ഏരിയ, ടോട്ടൽ ഏരിയ മൈനസ് ഏരിയ ഓഫ് ദി റിമൂവ്ഡ് ഡിസ്ക്, ദാറ്റ് ഈസ് A is equal to pi r² minus pi r². ഏരിയ ഓഫ് ദി ഡിസ്ക് ഈസ് pi r² and area of the removed disk is pi small r². So area of the annular disk is pi r² minus pi small r². Pi can be taken out. We get A is equal to pi into r² minus r². Then we define our usual term, that is rho, mass per unit area. Rho P പോലെ എഴുതുന്ന ടേം ഉണ്ടല്ലോ, rho P പോലെ എഴുതുന്നത് ഏകദേശം mass per unit area. Rho is M by area, mass by area. That is rho is equal to M by pi into r² minus r². That is equation 1, and this equation gives mass per unit area of the annular disk. Mass per unit area of the annular disk, that is given by this equation number 1. Let P0 Q0 നമ്മൾ പടത്തിൽ കണ്ടത് ആക്സിസ്, പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്. Let P0 Q0 be an axis through center and perpendicular to plane. Imagine the annular disk to be divided into a number of small circular rings. ആനുലാർ ഡിസ്കിനെ അനേകം സർക്കുലാർ റിങ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതായി കരുതുക. കൺസിഡർ വൺ സച്ച് റിംഗ് ഓഫ് റേഡിയസ് എക്സ് ആൻഡ് റേഡിയൽ വിഡ്ത്ത് dx. അങ്ങനെ റേഡിയസ് എക്സ് ഉള്ള, റേഡിയൽ വിഡ്ത്ത് dx ഉള്ള ഒരു റിംഗ് വിചാരിക്കുക. ഏരിയ ഓഫ് ദി റിംഗ് 2πx dx. ഇപ്പോൾ ഏരിയ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത്
ആ റിങ് എടുത്തിട്ട് എലമെൻ്റൽ റിങ് എടുത്തിട്ട് മുറിച്ച് നീട്ടി വെച്ചാൽ നീളം 2πx 2πr എന്നുള്ള ഫോർമുല ബ്രിത്തായിട്ട് dx വരും, ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അങ്ങനെ 2πdx ഏരിയ ഓഫ് ദി എലമെൻ്റൽ ഡിസ്ക്, എലമെൻ്റൽ റിങ്, അത് 2πdx. സോ മാസ് ഓഫ് ദി റിങ് ഏരിയ ഇൻറ്റു mass per unit area 2πx dx into rho, and mi we calculate by the equation mr square definition, that is 2πx dx into rho into x square, that we write in order 2π rho x cubed dx. Same manner as in the case of circular disk. The mi of the whole annular disk is obtained by integrating the above expression between limits x is equal to r and x is capital R. അപ്പോൾ കംപ്ലീറ്റ് ആംഗുലാർ ഡിസ്കിൻ്റെ എം ഐ കാണാൻ ആ മുകളിൽ കാണുന്ന ഇക്വേഷനെ നമ്മൾ രണ്ട് ലിമിറ്റിന് സ്മോൾ ആറിനും ക്യാപിറ്റൽ ആറിനും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും നോക്കുക. യു സി ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സ്മോൾ ആർ ടു ക്യാപിറ്റൽ ആർ 2π rho x cubed dx equal to 2π rho integral small r to capital R x cubed dx. 2π rho is a constant term that is written in front of the integral sign. And what is the integral of x cubed? It is x raised to 4/4. Therefore, equal to 2π rho x raised to 4/4 from r to r equal to 2π rho. You put the limit. 2π rho r raised to 4/4 minus r raised to 4/4. That is pi rho by 2 r square minus r square. I is equal to pi rho by 2 into r is to 4 minus r is to 4. It is raised to 4, not to square. Putting for rho, റോയ്ക്കുള്ള വില അവിടെ കൊടുക്കുക. അപ്പോൾ I is equal to pi by 2 റോയുടെ വാല്യൂ. The value of rho is m by pi into r square minus r square. R square minus r square into r is to 4 minus r is to 4. And this r is to 4 minus r is to 4 be split using the identity a square minus b square. So we write pi by 2 into m by pi into r square minus r square into r square plus r square into r square minus r square. R square minus r square will cancel from numerator and denominator. We get I is equal to m into r square plus r square by 2, and this is the mi of annular disk about an axis passing through center and perpendicular to plane, or we say I disk perpendicular axis, I annular disk, I and disk perpendicular axis. The meaning is mi of annular disk about an axis passing through center and perpendicular to plane equal to m into r square plus r square by 2. And it has some notes. That is mi of annular disk about its diameter. Next case we can say when we say the mi about diameter, we get m into r square plus r square by 4 instead of 2, we get 4. And to obtain this, we have to apply theorem of perpendicular axis. Just as what we have seen in circular disk, we draw two perpendicular diameters, then we apply theorem of perpendicular axis, and we can show annular disk about diameter equal to m into r square plus r square by 2. Now comes mi of circular ring. Mi of circular ring. Mi of circular ring is an extension of annular ring. Circular ring is an extension of annular ring, we can say. Circular ring is shown here. For a circular ring can be treated as annular ring where inner radius and outer radius are nearly equal. Small r is capital R. That is the property of circular ring. Small r is almost equal to capital R. Annular disk or annular ring is equivalent to a circular ring. Circular ring and annular ring can be treated as same when small r is nearly equal to capital R. So circular ring, mi about an axis passing through center and perpendicular to plane
For circular ring, I is equal to mr square, simply mr square. Simply mr square, nothing in the denominator. Mi circular ring is mr square. Mi of circular ring about an axis passing through center and perpendicular to plane is I is mr square. A circular ring is a special case of annular ring. We know I annular disk or annular ring is m into r square plus r square by 2. For a circular disk, small capital R is nearly equal to small r. You write is nearly equal to small r. Nearly equal for writing nearly equal, you have to twist one line of the equal sign, or you write the margin nearly. Capital R is equal to small r nearly. Therefore, we get I is equal to m into r square plus r square by 2. That is m into 2r square. In the place of small r square, we have to write a capital R square. M into 2r square by 2, that is mr square. So, I circular disk about the perpendicular axis is mr square. Similarly, I circular ring about diameter equal to mr square by 2. ഇപ്പോൾ ഇവിടെ ഒരു കേസാണ് നമ്മൾ പറയുന്നത് ആനുലാർ ഡിസ്ക്, അതിൽ നിന്ന് സർക്കുലാർ റിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് പറയും. ഇനി സർക്കുലാർ റിങ് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആനുലാർ ഡിസ്ക് പറയാതെ എഴുതാം. അതായത് സർക്കുലാർ റിങ്ങിനെ നമ്മൾ അനേകം ചെറിയ പാർട്ടുകളായിട്ട് ഭാഗിക്കണം. ഒരു സർക്കുലാർ റിങ്ങിനെ ഒരു കഷ്ണത്തെ നമ്മൾ സ്മോളം എന്ന് പറയും, അത് സെൻറ്ററിൽ നിന്ന് ക്യാപ്പിലാർ അകലെയാണെന്ന് പറയണം. അപ്പോൾ ആ സ്മോൾ എലമെൻറ്റിൻ്റെ mr സ്ക്വയർ എന്ന് പറയണം. എന്നിട്ട് കംപ്ലീറ്റ് കാണാൻ സിഗ്മ mr സ്ക്വയർ എന്ന് എഴുതണം. കംപ്ലീറ്റ് സർക്കുലാർ റിങ്ങിൻ്റെ mi കാണാൻ സിഗ്മ mr സ്ക്വയർ എന്ന് പറയണം. സിഗ്മ സ്മോളം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം ആണ്. അപ്പോൾ ഈ mr സ്ക്വയർ അങ്ങനെ കിട്ടും. സർക്കുലാർ റിങ്ങിൻ്റെ mi കാണാൻ ആനുലാർ റിങ്ങിൻ്റെ mi ഫോർമുല അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, അല്ലാതെയും ചെയ്യാം. എങ്ങനെയാണ്? സർക്കുലാർ റിങ് വരയ്ക്കുക, അപ്പോൾ അതിന് ഒറ്റ റേഡിയസ് ക്യാപിറ്റൽ മാർക്ക് ചെയ്യുക, അതിൻ്റെ മാസ് ക്യാപിറ്റൽ മാർക്ക് ചെയ്യുക, P0 Q0 ആക്സിസ് മാർക്ക് ചെയ്യുക, ഈ കാണുന്ന പടം പോലെ. എന്നിട്ട് ആ റിങ്ങിനെ അനേകം ചെറിയ എലമെൻറ്റ്സ് ആയിട്ട് ഭാഗിക്കുന്നതായിട്ട് കരുതണം. ഒരു എലമെൻറ്റ് സ്മോളം എടുക്കണം, അതിൻ്റെ mi ആക്സിനെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞാൽ mr സ്ക്വയർ സ്മോളം ഇൻറ്റു ക്യാപിറ്റൽ R സ്ക്വയർ. അത്തരം അനേകം സ്മോളം കൂടിച്ചേർന്നതാണ് സർക്കുലാർ റിങ് എന്നുള്ളതിനാൽ കംപ്ലീറ്റ് mi കാണാൻ സിഗ്മ എടുക്കണം. ഇൻറ്റഗ്രേഷൻ വേണ്ട, സിഗ്മ എടുക്കണം. അപ്പോൾ ഈ സിഗ്മ സ്മോളം r സ്ക്വയർ, സിഗ്മ എമ്മിനെ ക്യാപിറ്റൽ R എന്ന് പറയും. അപ്പോൾ I is equal to ക്യാപിറ്റൽ R സ്ക്വയർ, അങ്ങനെയും കാണാം സർക്കുലാർ റിങ്ങിൻ്റെ ഫോർമുല. That is all with our 7th class on your first paper, chapter moment of inertia, rotational dynamics. That is all. Thank you.